വലതുവശത്തെ കള്ളൻ, ഡയറക്ടഡ് ബൈ ജീത്തു ജോസഫ്, റിട്ടൺ ബൈ ഡീനു തോമസ് ഇലാൻ, സ്റ്റാറിംഗ് ബിജുമേനോൻ, ജോർജ് ജോർജ്, ലെന, ലിയോണ ലീഷോയ്, സിനിമാറ്റോഗ്രഫി സതീഷ് കുറുപ്പ്. ഈ സിനിമയുടെ അവസ്ഥ ഒരു കോമഡി ആയിട്ടാണ് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതിലൊന്ന്, വിഷ്ണു ശ്യാമിന്റെ മ്യൂസിക് കൊള്ളായിരുന്നു. പിന്നെ സതീഷ് കുറുപ്പാണെങ്കിലും കഴിഞ്ഞ മിറാഷ് വെച്ച കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വിഷ്വൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. എന്ത് പറ്റിയെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടില്ല. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബിജുമേനോനാണ്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നില്ല ബിജുമേനോനെ കൊണ്ട് ഇനി ഒരു മോശം പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുമെന്ന്. ഇതുവരെ ഞാൻ ഇത്രയും വർഷങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഇതിനകത്തും നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ ഒരു വലിയ സേവിങ് ഗ്രേസ് ആയിട്ട് വേണമെങ്കിൽ ബിജുമേനോനെ പറയാം. ആ ഒരു ക്യാരക്ടറൊക്കെ മോശമാണ്, ഇതിനകത്ത് സ്ക്രിപ്റ്റും മോശമാണ്, ക്യാരക്ടറൈസേഷൻ ഒക്കെ ഷോവാണ്, മെയിൻ ആക്ടേഴ്സിന്റെ എല്ലാം. പക്ഷേ ബിജുമേനോൻ അത്യാവശ്യം അടിപൊളിയായിട്ടും കിടിലായിട്ടും വൃത്തിക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുപോയോണ്ട് നമുക്ക് ആ ഒരു കാരണം കൊണ്ട് നമുക്ക് അവസാനം വരെ എങ്ങനെയും കണ്ടിരിക്കാനുള്ള റീസണിലൊന്ന് ബിജുമേനോൻ തന്നെയാണ്. ഈ സിനിമയിൽ എത്രയോ ആക്ടേഴ്സ് ഉണ്ട്. കുറെ ചെറിയ ആക്ടേഴ്സും ഉണ്ട്, വലിയ ആക്ടേഴ്സും ഉണ്ട്. പക്ഷെ എന്നാൽ പോലും ബിജുമേനോന്റെ പെർഫോമൻസ് ആണ് മികച്ചു തന്നത്. ജോജു ജോർജ് ഒരു ബ്രില്യൻ ആക്ടർ തന്നെയാണ്, പക്ഷെ ഇതിനകത്ത് വയ്യാത്ത പോലെയാണ് തോന്നിയത്. ആ ഒരു ക്യാരക്ടർ ആണെങ്കിലും ഒരു നോർമൽ ലൈഫിലൂടെ കടന്നു പോകുന്നതും പണ്ടൊരു ബ്രില്യന്റ് ആയ ഒരാളെന്നൊക്കെയാണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഭയങ്കര വയ്യാത്തൊരു പെർഫോമൻസ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ലെനി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, കിട്ടിയ വേഷം വൃത്തിക്ക് ചെയ്ത ഒരു ക്യാരക്ടർ. പിന്നെ വേറെയും കുറെ ആക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അവരുടെ കാര്യമൊക്കെ വൻ കോമഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ OTT ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അവസ്ഥ നമുക്ക് കാണാൻ പറ്റും. ഇവരൊക്കെ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് എയറിലൂടെ ഇങ്ങനെ പറന്ന് നടക്കുന്ന കാണാം. അങ്ങനെയാണ് ഇതിനകത്ത് ജിത്തു ജോസഫ് ഇതിനകത്ത് ആക്ടേഴ്സിനെയൊക്കെ അഭിനയിപ്പിച്ച് വെച്ചിരിക്കുന്നത്. എന്റെ ഒരു കാഴ്ചപ്പാടില് ഗുഡ് ഡയറക്ടർ ക്യാൻ മേക്ക് എ പുവർ ആക്ടർ ആക്ട് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അത് ഞാൻ വിനീത് ശ്രീനിവാസനിൽ കണ്ടിട്ടുണ്ട്. വളരെ മോശമായ ആക്ടേഴ്സിനെ കൊണ്ട് പോലും അത്യാവശ്യം നന്നായിട്ട് അഭിനയിപ്പിച്ചിട്ടുണ്ട് വിനീത് ശ്രീനിവാസൻ. പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഈ സിനിമയില് ബിജുമേനോട് പണി അറിയാം, അതുകൊണ്ട് ബിജുമേനോൻ നന്നായി ചെയ്തിട്ടുണ്ട്. ജോജു ജോർജ് ആണെങ്കിലും എന്നെയാണെങ്കിലും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡിസപ്പോയിന്റ് ചെയ്യേണ്ട പെർഫോം ചെയ്യാൻ അറിയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതല്ലാണ്ട് ഈ അടുത്ത് ബേബി ഗേളിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയിക്കാൻ അറിയാത്ത കുറെ ആൾക്കാരെ വെച്ചിട്ട് എടുത്ത് പ്രൈമറി ക്യാരക്ടേഴ്സിൽ വെക്കും. എന്നിട്ട് നമുക്ക് ഒരു ഇതിൽ ഇമോഷണൽ ഡെപ്തോ അവരുടെ അഭിനയമാണെങ്കിലും ലോക ക്രിഞ്ചായിരിക്കും. ഇതിനകത്തും അതേ അവസ്ഥ, അഭിനയിക്കാൻ അറിയാത്ത കുറെ ആൾക്കാരെ കൊണ്ട് മെയിൻ ആൾക്കാരെ ചെയ്യിപ്പിച്ചിരിക്കും. ശരിക്കും അതൊക്കെ ഡയറക്ടർ ശരിക്കും കാണുമ്പോൾ മനസ്സിലാവേണ്ടതാണ് ഇവർക്ക് അഭിനയിക്കാൻ പറ്റുള്ള. ശരിയാണ്, ഡേറ്റ് കൊടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് മാറ്റാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ട് അഭിനയിപ്പിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും വളരെ മോശമായിട്ട് അഭിനയിച്ചത് ഇതിനകത്ത് ഗോകുൽ. ഇതിനകത്ത് ഇവിടെ എന്തായാലും ഫീൽഡ് ഔട്ട് ആക്കേണ്ട അവസ്ഥ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഭയങ്കര ശോകമായിരുന്നു. ക്രിഞ്ച് ഡയലോഗ്സും അതേപോലത്തെ വളരെ ക്രിഞ്ചേഷ്, അഭിനയിക്കാനേ അറിയില്ല, അഭിനയത്തിന്റെ ആൽഫബറ്റ് പോലും അറിയില്ല എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ നമ്മൾ ഞെട്ടും. എനിക്ക് അപ്പോഴും നമ്മൾ ശരിക്കും ഞെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഗൂഗിളിന് അപ്പോ ആടുജീവിതത്തിൽ ഇത്ര വലിയ അവാർഡ് കിട്ടിയതാണ്, ഇങ്ങനെയാണ് ഈ സിനിമയിൽ അഭിനയിച്ച് വെച്ചതെന്ന് ആ ഒരു അവസ്ഥ നമുക്ക് കാണുമ്പോൾ. അതേപോലെ ലിയോണ ശരിക്കും പറഞ്ഞ അഭിനയത്തിൽ ഒരു പോലീസ് ഓഫീസറിന്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ടെങ്കിലും ഭയങ്കര പെടപ്പാണ്, ഒടുക്കത്തെ പെടപ്പും വെപ്രാളവും. അത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞ തിയേറ്ററിലൊക്കെ നല്ല ചിരിയും ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പൊ ഏകദേശം ഈ സിനിമ ഇതൊരു ഇമോഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ഡ്രാമയാണ്. സെക്കൻഡ് ഹാഫ് ആണ് കുറച്ചുകൂടി ത്രില്ലിംഗ്. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ അഴച്ചഴിച്ച സംഭവമാണ്, ഒരു ബിൽഡപ്പിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ലിയോണൽ വിഷയും ഗോകുലും ഇവരൊക്കെയാണ് മെയിൻലി ഈ സിനിമ OTT ഇറങ്ങി കഴിഞ്ഞാൽ എയറിൽ നിൽക്കാൻ പോണത്. ഇതിന് തൊട്ട് മുന്നേ മിറാഷില് അർജുൻ എന്ന ഇൻഫ്ലുവൻസർ ആണെന്ന് തോന്നുന്നു, യൂട്യൂബ് ഇൻഫ്ലുവൻസറിനെ കൊണ്ടുവന്ന് ഫീൽഡ് ഔട്ട് ആക്കിയായിരുന്നു ഫസ്റ്റ് പടത്തിൽ തന്നെ. ഏതായാലും ഈ സിനിമയിലൂടെ ഗോകുലും ലിയോണയുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യണത്. എനിക്കിപ്പോഴും തോന്നുന്നത് ജിത്തു ജോസഫ് ഇസ് എ വെരി ബ്രില്യൻറ്റ് വെരി ഗുഡ് ഡയറക്ടർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയറക്ടർ തന്നെയാണ്. ആൻഡ് ഹി ക്യാൻ ഡു ബെറ്റർ എന്നാണ് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഒക്കെ ഒരു ജിത്തു ജോസഫ് സിനിമ വരുമ്പോൾ അത് ഒരു വർഷത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല അനൗൺസ്മെന്റിലൂടെ ഒക്കെ പ്ലാൻ ഒക്കെ ചെയ്താൽ വരാം. ഇത് അടുപ്പിച്ചടുപ്പിച്ച് മിറാഷയെ പൊട്ടി ഇതിപ്പോ 2 മാസം അടുത്തത് എങ്ങനെ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനെ പെട്ടെന്ന് ഇറക്കുന്നതിന്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാ സിനിമയല്ല. ജിത്തു ജോസഫ് ഒരു ട്രേഡ് മാർക്ക് സാധനം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെംപ്ലേറ്റ് ഡ്രിവൺ, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ്, കുറെ കൺഫ്യൂഷൻ, കുറെ പസിൽ സോൾവിങ്, അങ്ങനത്തെ കുറെ സംഭവം. അപ്പൊ അതൊക്കെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ എപ്പോഴും ടൈം എടുത്ത് പതിയെ ശരിക്കും ടൈം എടുത്ത് ആലോചിച്ച് എഴുതി എക്സിക്യൂട്ട് ചെയ്യേണ്ട സാധനമുണ്ട്. ഇത് ഇങ്ങനെ ഭയങ്കര പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യുവാന്ന് നമുക്ക് ഈ സിനിമയുടെ ഔട്ട്പുട്ടിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ഏതായാലും ഐ തിങ്ക് അടുത്ത ഒരു ഏതായാലും ഈ സിനിമയിലൂടെ ശരി എന്തായാലും എനിക്ക് തോന്നുന്നത് ദൃശ്യം 3 ആൾക്കാർക്ക് ചെറിയൊരു ഹോപ്പ് കുറയും, ചെറിയൊരു പേടി ഉണ്ടാവും. എന്ത് വന്നാലും ജിത്തു ജോസഫ് എന്ന ഡയറക്ടർ തിരിച്ചു വരും, അടിപൊളിയോടെ തിരിച്ചു വരുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഏതായാലും ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ എഴഞ്ഞാണ് പോയത്.
ഭയങ്കര ടെംപ്ലേറ്റ് ആയിരുന്നു, ടെംപ്ലേറ്റ് ഡ്രിവൺ ഒരു നറേറ്റീവും പ്രഡിക്റ്റബിൾ ആയിരുന്നു. അതിന്റെ ഒപ്പം തന്നെ വളരെ ക്രിഞ്ച് പെർഫോമൻസസും ക്രിഞ്ച് ഡയലോഗ്സും ഇതിനകത്തൊരു ഈ സിനിമയുടെ തുടക്കം തന്നെ ഒരു വശപശക പോലെയാണ് തുടങ്ങുന്നത്. നമുക്ക് അപ്പൊ തന്നെ ചെറിയ ഡൗട്ട് അടിക്കും ഈ പടം നന്നായിട്ട് പോവോ. പക്ഷെ എന്നാൽ പോലും എവിടെയൊക്കെ പടം ശരിയായി പോകുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓവറോൾ ഒരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ് ഈ പടം മാറുന്നത്. ഫസ്റ്റ് ഹാഫ് ഇഴച്ചിലാണെങ്കിൽ സെക്കൻഡ് ഹാഫ് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ ഇവിടെ എല്ലാവരും അങ്ങോട്ട് ഓടുന്നുണ്ട്, ഇങ്ങോട്ട് വന്ന് എന്തൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ ഇങ്ങനെ കണ്ടിരിക്കും. ഏതായാലും ക്ലൈമാക്സ് ആകുമ്പോൾ ഈ സിനിമ ഓവറോൾ ഒരു ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് തന്നെയാണ് എനിക്ക് പേഴ്സണലി കിട്ടിയത്. അതൊക്കെ നിങ്ങൾ തന്നെ കണ്ടു നോക്കണം, നിങ്ങളുടെ അഭിപ്രായം കണക്കാക്കുക. ഏതായാലും ഈ സിനിമ നമ്മളെ ക്ഷമ നന്നായിട്ട് പരീക്ഷിക്കും. ക്ഷമ പരീക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇരുത്തി കാണിച്ചാൽ മതി. കുറെ ചിരിക്കാനും കുറെ നമ്മുടെ ക്ഷമ പരീക്ഷിക്കാനും സിനിമയ്ക്ക് നല്ല രീതിയിൽ സാധിക്കും. എനിക്ക് തോന്നിയത് ജിത്തു ജോസഫ് ദൃശ്യം ഒന്നും കൂടെ വേറെ രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത് നോക്കിയത്. പക്ഷെ അതിന്റെ 144p ഔട്ട്പുട്ട് ആണ് നമുക്കെല്ലാം കാണാൻ സാധിച്ചത്. ദൃശ്യം എപ്പോഴും ദൃശ്യം തന്നെ ആയിരിക്കും. അതിനെ ഒരിക്കലും ഇന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയിലെ കുറെ ഷോർട്സ് ആണെങ്കിലും കുറെ സീൻസ് ആണെങ്കിലും നമുക്ക് ദൃശ്യം നല്ല രീതിയിൽ നമുക്ക് ഓർമ്മ വരും. പക്ഷെ എന്ത് വന്നാൽ പോലും ഈ സിനിമയുടെ ഒരു മീഡിയോക്കർ ഡയറക്ഷനാണ്, അതേപോലെ ഒരു വളരെ മീഡിയോക്കർ സ്ക്രിപ്റ്റും. 10-20 വർഷം കൊണ്ടെടുത്ത സ്ക്രിപ്റ്റിൽ അവർ കുറച്ച് എരിവും പുളിയൊക്കെ ഇട്ടിട്ട് ഈ കാലത്ത് ഇറക്കി ഇട്ടിരിക്കുക. പക്ഷെ അപ്പോഴും ഇത് പ്രഡിക്റ്റബിൾ തന്നെയാണ്, കുറച്ച് മാറ്റങ്ങൾ ഉള്ളൂന്നല്ലാണ്ട്. ഏതായാലും കണ്ടു നോക്കാവുന്നതാണ്. എനിക്കിതൊരു പേഷ്യൻസ് വളരെയധികം ടെസ്റ്റ് ചെയ്തൊരു ത്രില്ലറായിട്ടാണ് തോന്നിയത്. കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയുക. ഫോർ മോർ റിവ്യൂസ് പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഹാപ്പി റിവ്യൂസ്.